തിരുവനന്തപുരം ജില്ലയിൽ കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം ഫെബ്രുവരി 22-23 തീയതികളിൽ തീർത്ഥപാദ മണ്ഡപത്തിന് സമീപം ശ്രീ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണ സമുദായത്തിൽ അനേകം വരുന്ന വനിതകൾ പാചകവൃത്തിയിൽ ഏർപ്പെട്ട് സ്വന്തം ഗൃഹങ്ങളിൽ സ്വാദിഷ്ടവും പോഷകമൂല്യവുമുള്ള പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും പൊതുജനങ്ങൾക്ക് ഈ ഭക്ഷണ വിഭവങ്ങൾ രുചിച്ച് ആസ്വദിക്കുവാനും കേരള ബ്രാഹ്മണ സഭ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ തനത് പാരമ്പര്യ വിഭവങ്ങൾക്ക് പുറമെ വറ്റൽ, കൊണ്ടാട്ടം, അച്ചാറുകൾ, ഫാൻസി ഉൽപ്പന്നങ്ങൾ മുതലായവയുടെ വിപണനവും ഉണ്ടായിരുന്നു. തുടർച്ചയായി 10ാം വർഷവും പൊതുജന താൽപര്യപ്രകാരം നടത്തുന്ന ഈ ഭക്ഷ്യമേളയോടൊപ്പം സദസ്സിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഭക്ഷ്യമേള കാണാൻ വന്നവർ ബ്രാഹ്മണരുടെ തനത് വിഭവങ്ങൾ രുചിച്ചുകൊണ്ട് കലാപരിപാടികളും ആസ്വദിക്കുകയായിരുന്നു. ഈ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗം നടത്തുന്ന ഭക്ഷ്യമേള ഫുഡ് ഫെസ്റ്റിവൽ, അത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫെസ്റ്റിവലാണ്. 2 ദിവസം ഉണ്ടാവും. പക്ഷേ ആ 2 ദിവസം അനേകം ആൾക്കാരുടെ വയറ് നിറയുകയും അവർ പല രീതിയിലുള്ള അവർക്ക് അറിയാൻ മേലാത്ത വിഭവങ്ങൾ അവരെ അറിയിച്ച് അവരെ കഴിപ്പിക്കുക എന്നുള്ള രീതിയും കൂടെ ഈ ഫെസ്റ്റിവലിനുണ്ട്. വളരെ പ്രധാനമാണ് ഈ ഫെസ്റ്റിവൽ. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ പലർക്കും ഇപ്പോഴും അറിയാൻ മേലാത്ത സംഭവങ്ങളുണ്ട്. ഇതിൽ ചില വിഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാ വർഷവും തിരുവാതിര വരും അല്ലേ? ധനുമാസ തിരുവാതിര നമ്മൾ ആഘോഷിക്കുക. അതിൽ ബ്രാഹ്മിൻസിന് പ്രത്യേക ഒരു പലഹാരമുണ്ട്. തിരുവാതിര അന്നുണ്ടാക്കുന്ന കളി, വെളിയിൽ ബാക്കിയുള്ളവർ തിരുവാതിര കളി, ഇത് തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന കളി. ആ സാധനം ആർക്കും അറിയണ്ട എന്താണെന്നുള്ളത്. അതുപോലൊരു സാധനമുണ്ട്. ദീപാവലിക്ക് ആരും ഉണ്ടാക്കാത്തൊരു സാധനമുണ്ട്, ഉക്കാര എന്നുള്ളൊരു പലഹാരമുണ്ട്. അത് ബ്രാഹ്മണരുടെ ഒരു എന്താ പറയുക സ്പെഷ്യൽ വിഭവമാണ്. ഭയങ്കര ടേസ്റ്റാണ് അത്. നമ്മൾ ഈ മലയാളികൾ കഴിക്കുന്ന പുട്ട് പോലെ ഇരിക്കും, പക്ഷേ അത് വളരെ പൊടിഞ്ഞിട്ട് ശർക്കരയൊക്കെ മിക്സാക്കി അത് ഉണ്ടാക്കാനൊക്കെ വലിയ പാടാണ്, എളുപ്പമൊന്നുമല്ല. ഉക്കാര ഇങ്ങനെ ചില സാധനങ്ങളുണ്ട്. അതുപോലെ നമ്മൾ സാമ്പാർ, പുളിശ്ശേരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മീൻകറി എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ അതിനേക്കാളൊക്കെ സൂപ്പറായ ഒരു കറിയുണ്ട്, വത്തൽ കുഴമ്പ്. ബ്രാഹ്മണരുടെ വത്തൽ കുഴമ്പെന്ന് പറഞ്ഞാൽ അത് വെച്ച് ചെമ്പാരി ചോറും വത്തൽ കുഴമ്പും കൂടെ വിരവി അങ്ങോട്ട് അടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഇങ്ങനെ ചില സാധനങ്ങൾ നമ്മളിവിടെ വന്ന്. അതുപോലെ വേറൊന്നുണ്ട്, പകുതി വേവിച്ച മുറുക്കുണ്ട്, പകുതി വെന്ത മുറുക്കെന്ന് നമ്മൾ തമിഴ് പറയും. ഇതൊന്നും എവിടെയും കിട്ടില്ല. ഇവിടെ വന്ന് നമ്മൾ കഴിച്ചാലല്ലാതെ പകുതി വെന്ത മുറുക്ക് അത് കഴിച്ചാൽ ശരീരത്തിനും നല്ലതാണ്, വെറുതെ പകുതി വേവിച്ചിട്ട് എടുക്കുന്നതല്ല, അതിൻ്റെ ഒരു കൂട്ട് വേറെയാണ്. ഇങ്ങനെ ചില പ്രത്യേകമായ ചില വിഭവങ്ങളുണ്ട്. ഉക്കാര, ഇപ്പോൾ പറഞ്ഞു ഉക്കാര, കളി, അതുപോലത്തെ പലഹാരങ്ങൾ ഒരുപാടുണ്ട്. നോയമ്പട എന്ന് പറയും. നമ്മൾ നോയമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിശേഷമുണ്ട്. ഞങ്ങൾ ബ്രാഹ്മണരുടെ ഇടയുള്ള അതിനുണ്ടാക്കുന്ന പ്രത്യേക ഒരു അടയുണ്ട്. ആ അട ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ച് ബ്രാഹ്മണരുടെ സ്റ്റൈലിൽ വെച്ച് അതിൽ വെണ്ണയൊക്കെ വെച്ച് നിവേദിക്കും. ആ വെണ്ണയോടുകൂടി അട കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ പല വിഭവങ്ങൾ നമ്മുടെ ഭക്ഷ്യമേളയിലേ കാണാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ഇപ്പം സത്യം പറയാം, ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ മാറ്റം എന്ന് പറയാം. നമ്മുടെ അമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി തരാൻ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ മരുമക്കൾക്കും അവരുടെ മക്കൾക്കും അറിയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അല്ല, ചിലർക്കറിയാം. പക്ഷേ പലർക്കും ഇതൊന്നും ഉണ്ടാക്കാൻ, അതേ രുചിയിലുണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് നമ്മുടെ അമ്മമാരും തന്നെ വേണം. ഇതുപോലെ ഒരുപാട് വിഭവങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത വിഭവങ്ങൾ നമ്മുടെ ഭക്ഷ്യമേളയിൽ, ബ്രാഹ്മണരുടെ ഭക്ഷ്യമേളയിൽ. അതെവിടെയും ഇനി വേറെ നടക്കാൻ പറ്റില്ല. അത്ര ഐക്യത്തോടുകൂടിയും അത്ര സ്നേഹത്തോടുകൂടിയും നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണം അവരുടെ വയറ് നമ്മൾ നിറയ്ക്കേണ്ട കാര്യമില്ല, അവർ വാങ്ങിച്ച് നന്നായിട്ട് കഴിച്ചോളും. അത്ര സ്നേഹത്തോടുകൂടി കൊടുക്കുന്ന ഇത്രയും നല്ലൊരു ഭക്ഷ്യമേള അത് നമ്മുടെ ഇവിടെ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് നമ്മുടെ കസ്തൂരിരംഗൻ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധാരംഗൻ മാഡവും, പിന്നെ ബ്രാഹ്മണരിൽ ഒരുപാട് പേര് സഹകരിക്കുന്ന, വളരെയധികം പേര് സഹകരിക്കുന്ന ഒരു മേളയാണിത്. ഇത് കണ്ടു തന്നെ അറിയണം, അത് കഴിച്ച് തന്നെ അറിയണം. അതാണ് നമ്മുടെ ബ്രാഹ്മണരുടെ ഭക്ഷ്യമേള അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽ. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് 2 ദിവസം മുമ്പായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. ഇത് വേറെ എവിടെയും നടത്താറില്ല, ഇതുവരെ നടത്തിയിട്ടില്ല. ഓക്കെ, ആസ്വദിക്കൂ. കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ
വർഷമാണ് ഈ ഭക്ഷ്യമേള നടത്തുന്നത്. ഞങ്ങൾ 2013 ഇത് ആരംഭിച്ചു. ഒരു വർഷക്കാലം ഈ കോവിഡിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല. അതിനുശേഷം 2013 ശേഷം തുടർച്ചയായ പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം ഞങ്ങൾ തുടർച്ചയായിട്ട് നടത്തി വരികയാണ്. ഇതിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഗ്രഹാരങ്ങളിലെ വനിതകൾ അവരുടേതായ കൈകൊണ്ട് ഉണ്ടാക്കുന്ന വളരെ രുചികരവും അതുപോലെ തന്നെ പരമ്പരാഗതവുമായ ഭക്ഷ്യവിഭവങ്ങൾ പലരും ഇതിൻ്റെ രുചി ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഭക്ഷ്യവിഭവങ്ങൾ ഈ ഭക്ഷ്യമേളയിൽ പ്രദർശിപ്പിക്കുന്ന രുചിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഇതിൽ കുട്ടികൾ മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും മധുരപ്പുട്ടൊന്നും ആർക്കും അറിയത്തില്ല അതിൻ്റെ കൂട്ട് എങ്ങനെയുള്ള കാര്യം. അതൊക്കെ തന്നെ നിങ്ങൾക്കിവിടെ രുചിക്കാൻ കഴിയും. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത് എല്ലാ വർഷവും നമുക്ക് വൻ വിജയത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ലൈവായിട്ട് വെറൈറ്റി ദോശ ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം ഇത് 10ാമത്തെ വർഷമാണ്. ഇന്നലെ തുടങ്ങി ഇത് 2ാമത്തെ ദിവസമാണ് നടക്കുന്നത്. നല്ല വിജയകരമായിട്ടാണ് നടന്നു പോകുന്നത്. ബ്രാഹ്മണ സഭയുടെ തന്നെ ഒരു പ്രോഗ്രാമാണ്. 10ാമത്തെ വർഷമാണ് ഇത് വരുന്നത്. രുചിക്കുക ആസ്വദിക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് കലാപരിപാടികൾ കണ്ടുകൊണ്ട് തന്നെ ആസ്വദിച്ച് ഓരോ ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഈ എല്ലാ ജനങ്ങളും പൊങ്കാലയ്ക്ക് അനുബന്ധിച്ചാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നല്ലൊരു ക്രൗഡും വരുമല്ലോ. അപ്പോൾ ഇവർക്ക് നല്ല ഒരു ഇൻകം കിട്ടും. അതും കൂടെയാണ് നമ്മുടെ ഒരു എയിം. കാരണം ഇവരൊക്കെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊതുവേദിയിൽ ഈ സമയമാണ് അവർ പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ അഗ്രഹാരങ്ങളൊക്കെ അവർ വെളിയിൽ വന്നിട്ട് ഈ രുചികരമായിട്ട് ഉണ്ടാക്കുന്ന വേറെ ഒന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഭക്ഷണം നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള തൃപ്തിയും ഉണ്ട്. താങ്ക്സ്. ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണ സമൂഹത്തിൽ ഈ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും ഈ വെജിറ്റേറിയൻ ഫുഡിൽ പ്രത്യേകിച്ചും നമ്മുടെ ഈ ആരോഗ്യപരമായ ഫാക്ടർ ഒരുപാട് നമ്മൾ പരിഗണിച്ചിട്ടാണ് നമ്മുടെ വിഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അത് ഏത് ഉത്സവകാലമായാലും ശരി, ദിനചര്യയുള്ള ഭക്ഷണമായാലും ശരി, ഈ ഇഡ്ഡലി അതുപോലെ തന്നെ ഉള്ള ആവിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. എണ്ണ പലഹാരം തന്നെ മറ്റ് ഈ ഇപ്പോഴത്തുള്ള ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമ്മുടെ ഈ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണരുടെ തനതായ ഒരു ഇതാണ് ഫിൽട്ടർ കോഫി. ഏത് ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ പോയാലും ഫിൽട്ടർ കോഫി. പക്ഷേ ഇന്ന് ആർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റൻറ്റിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുവരിക ഒന്ന്. രണ്ടാമത്തത് ഈ യുവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക. ഇനിയിപ്പോൾ പുതിയ തലമുറ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ഈ പാരമ്പര്യ ഭക്ഷണത്തെ പരിചയപ്പെടുത്തുക. അങ്ങനെയുള്ള ഒട്ടനവധി ഉദ്ദേശങ്ങളാണ് ഈ ഭക്ഷ്യമേള നടത്താനുള്ള പ്രധാന കാരണം. ഓരോ വർഷവും കൂടുന്തോറും നമുക്ക് ഈ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാളുകളിലും അതുപോലെ തന്നെ പലഹാരങ്ങൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് രുചിക്കുവാനുള്ള സന്ദർഭം ഒരുക്കുക എന്നുള്ളതാണ് ഈ മേളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭക്ഷ്യമേളയുടെ വേദിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 2013 ഈ സംരംഭം ആരംഭിച്ചത്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണ സമുദായത്തിൽ ഒരുപാട് വനിതകൾ ഇത് പാചകവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ പാചകവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വനിതകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരു വിപണി കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആദ്യം ആരംഭിച്ചത്. ആക്ച്വലി അതുമാത്രമല്ല, ഈ വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് നിവേദ്യം ചെയ്ത പലഹാരങ്ങളെല്ലാം ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണ് ബ്രാഹ്മണർ. ഈ പലഹാരങ്ങളെല്ലാം ഭഗവാന് നിവേദ്യം ചെയ്യുന്നത് ഭക്ഷിക്കുന്ന ഒരു രീതിയാണ് ബ്രാഹ്മണ സമുദായത്തിനുള്ളത്. അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അവർക്ക് അത് രുചിക്ക് ആസ്വദിക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെയാണ് 2013 കിഴക്കേ നടയിലുള്ള ആ തീർത്ഥപാദ മണ്ഡപത്തിൽ ഈ സംരംഭം ആരംഭിച്ചത്. ആദ്യത്തെ വർഷം തന്നെ ഇത് ഒരു പൊതു ശ്രദ്ധ ആകർഷിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹനമായി നല്ലൊരു പ്രതികരണം ഈ സമൂഹത്തിന് കിട്ടി. അങ്ങനെ അത് 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം അങ്ങനെ അത് പുരോഗമിച്ച് വന്നു. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പൊതുജന താല്പര്യപ്രകാരം തന്നെയാണ് ഈ ഭക്ഷ്യമേള ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന അനവധി ഭക്ഷ്യ പദാർത്ഥങ്ങളുണ്ട്.
ഇതുപോലെ ആദ്യം പറയുകയാണെങ്കിൽ മനോഹരം, ഉക്കാര, മധുരപ്പൊട്ട്, വെള്ളച്ചീട, ഉപ്പുച്ചീട, പൊരുവളങ്ങ, അങ്ങനെ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ പോകും. അതുപോലെ പ്രഭാത ഭക്ഷണമാണെങ്കിലും ശരി, ഉച്ചഭക്ഷണമാണെങ്കിലും ശരി, രാത്രി ഭക്ഷണമായാലും ശരി, സാധാരണ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന തനത് വിഭവങ്ങളാണ് ഞങ്ങൾ ഈ മേളയിൽ നൽകി വരുന്നത്. ഇതെല്ലാം ഈ അനന്തപുരി നിവാസികൾ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഇത് സമാപന ദിവസമാണ്. ഇന്ന് 9 മണിയോടുകൂടി ഈ ഭക്ഷ്യമേളയ്ക്ക് തിരശ്ശീല വീഴും. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ വേദിയിൽ കലാപരിപാടികൾ 2 ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ഞങ്ങൾ വിടാറുണ്ട്. ഈ കലാപരിപാടികൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ ഭക്ഷ്യവിഭവങ്ങൾ രുചിക്കുവാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണ് ഈ മഹാഭക്ഷ്യമേള 2024. അതുകൊണ്ട് അനന്തപുരി നിവാസികൾക്ക് ഒരു നന്ദി കൂടി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി നീണ്ട 1 വർഷം കൂടി കാത്തിരിക്കുക. ഈ പ്രോത്സാഹനം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് എടുത്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പ് നിങ്ങളോട് ഈ കൂടുതൽ ഭക്ഷണ വിഭവങ്ങളുമായി വരാം എന്നുള്ള ഒരു മോഹത്തോടു കൂടി ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. റൈറ കമ്പനി ഡീൽ ചെയ്യുന്നത് ഫീമെയിൽ വെൽനസ് ആൻഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ പ്രൊഡക്ട്സിലാണ്. നമ്മുടെ പ്രൈമറി ഫോക്കസ് മെൻസ്ട്രൽ ഹെൽത്ത് ആൻഡ് സെക്ഷൽ ഹെൽത്ത് ഓഫ് വുമൻ ആണ്. നമ്മുടെ പ്രൊഡക്ട്സ് കവർ ചെയ്യുന്നത് 10 വയസ്സ് പ്രായം മുതൽ 70 വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്കുള്ള പ്രൊഡക്ട്സ് ആണ്. അതിൽ പല പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ 2-3 പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് പറയാം. ഫീമെയിൽ യൂറിനേഷൻ ഡിവൈസ്. ഇതെന്തിനാ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ക്ലീൻ ടോയ്ലറ്റ്സ് ആക്സസ് അല്ലെങ്കിൽ അവർ യൂഷ്വലി വെള്ളം കുടിക്കൂല. ഇല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ യൂറിനേറ്റ് ചെയ്യാണ്ട് ബ്ലാഡറിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കും. 2 രീതിയിലും അവർക്ക് ദോഷമാണ്. ഇത് സ്കൂൾ പിള്ളേരും ചെയ്യുന്നുണ്ട്, യാത്രക്ക് പോണ സ്ത്രീകളും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം ഗർഭിണികളാണെങ്കിലോ ഇല്ല പ്രായമുള്ള സ്ത്രീകളാണെങ്കിലോ അവർക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോയി ഇരിക്കാനും എണീക്കാനും പറ്റില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫീമെയിൽ യൂറിനേഷൻ ഡിവൈസ്. ഏത് ടോയ്ലറ്റും ക്ലീൻ അല്ലെങ്കിലും ഇത് ഉപയോഗിച്ച് അവർക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും. ഇത് 10-20 കൊല്ലം വരെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഒരു ഇന്റിമേറ്റ് വാഷ്. സ്ത്രീകൾ ഇന്റിമേറ്റ് വാഷ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സോപ്പ് കൊണ്ട് ഇന്റിമേറ്റ് ഏരിയയിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയ, സ്ത്രീകളുടെ ഇന്റിമേറ്റ് ഏരിയ എസിഡിക് ആണ് നേച്ചറിൽ, പക്ഷെ സോപ്പ് ആൽക്കലൈനാണ്. ഇതുകൊണ്ട് അവർക്ക് ഡ്രൈനെസ്, ഇച്ചിങ്, ഇറിറ്റേഷൻ്റെ പ്രോബ്ലം വരും. അപ്പം അതിനുള്ള പ്രൊഡക്റ്റാണ് സൂയി ഇന്റിമേറ്റ് വാഷ്. ഇതിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിന് pH ലെവൽ 3.8 ആണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ആയുഷ് പ്രൊഡക്റ്റ് ആണ്, ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ക്രാമ്പ് ഓയിൽ. ക്രാമ്പ് ഓയിൽ ഇത് പീരിയഡ്സിനുള്ള സമയത്ത് പെൺപിള്ളേർക്ക് വയറുവേദന, ബാക്ക് പെയിൻ, തൈസിലുള്ള പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ പെയിനിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഈ ഓയിൽ ആക്ച്വലി 5 ഓയിൽ മിക്സ് ചെയ്തിട്ടാണ്. യൂക്കാലിപ്റ്റസ്, പെപ്പർമെന്റ് ഓയിൽ, ലാവൻഡർ ഓയിൽ, സൺഫ്ലവർ ആൻഡ് ആൽമണ്ട് ഓയിൽ. ഭയങ്കര എഫക്റ്റീവാണ്. ഇത് അവർക്ക് ഉപയോഗിക്കാം, ടാബ്ലറ്റിന് ഡിപ്പെൻഡൻസി കുറയ്ക്കാം. ഇങ്ങനെ നമ്മളുടെ വേറെ പല പ്രൊഡക്ട്സും ഉണ്ട്. ഈ പ്രൊഡക്ട്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കാണാം. നമ്മുടെ വീഡിയോസ് ഉണ്ട് എല്ലാ ലാംഗ്വേജിലും. വെബ്സൈറ്റാണ് www.raira.in. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് നോക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.